ഹായ്, ഒരു ഈസി കപ്പ ബിരിയാണി നോക്കിയാലോ. ഫസ്റ്റാണ് നമുക്ക് ബീഫ് പുഴുങ്ങി മാറ്റി വെക്കാം. ബീഫ് പുഴുങ്ങാനായിട്ട് നമുക്ക് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് സബോളയും പച്ചമുളകും കറിവേപ്പില അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിനകത്ത് ഇട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇഞ്ചി ഇടാഞ്ഞ്. നമ്മൾ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്മെല്ല് മാറി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ല വഴറ്റിയെടുക്കാം. ഇത് വരളാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വരണ്ടൊന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരട്ടെ. നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് 1 സ്പൂൺ ബീഫ് മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ഇടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ ഇതിനകത്തോട്ട് എല്ലിട്ടിട്ടില്ല, ബീഫിൻ്റെ പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ല് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ബീഫിൻ്റെ പീസ് മാത്രമായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കപ്പ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ കപ്പ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഫ്ലേവർ ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായാണ്. ഈ എരിവ് വേണ്ടവർക്ക് നമുക്ക് കുരുമുളക് പൊടി കൂട്ടിയിടാം, കുറച്ചിടാം. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാം. ഓക്കെ, ബൈ.